നമ്മളെല്ലാവരും തന്നെ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നവരാണ് അല്ലേ? നമ്മുടെ ടാസ്ക് ഈസി ആക്കാൻ പറ്റിയ കുറച്ച് ഷോർട്ട് കട്ട് കീസ് ആണ് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് വിൻഡോസ് കീയും എയും ആണ്. വിൻഡോസ് കീയും എയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആവുന്നത് ആക്ഷൻ സെന്റർ ആണ്. അതായത് നമ്മുടെ വൈഫൈ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല എയർപ്ലെയിൻ മോഡ് ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിന്റെ ബ്രൈറ്റ്നസ് വേണമെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഇവിടുന്ന് സാധിക്കും. വോളിയം കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആക്ഷൻ സെന്റർ എടുത്തിട്ടുണ്ടെങ്കിൽ. മനസ്സിലായല്ലോ? അപ്പോൾ മറക്കണ്ട വിൻഡോസ് കീയും എയും. ഇനി നമ്മുടെ സെക്കൻഡ് ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് വിൻഡോസ് കീയും ഐയും ആണ്. വിൻഡോസ് കീയും ഐയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സെറ്റിംഗ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന്റെ ഏതൊരു സെറ്റിംഗ്സ് ആയാലും ഡിസ്പ്ലേ ആയാലും സൗണ്ട് ആയാലും നോട്ടിഫിക്കേഷൻസ് ആയാലും എന്തും നമുക്ക് കാണാനും അത് സെറ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട വിൻഡോസ് കീയും ഐയും. അടുത്ത ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് വിൻഡോസ് കീയും എസും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് വരുന്നത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. നമ്മൾ യൂഷ്വലി ചെയ്യുക എങ്ങനെയാണ്? അതായത് സ്റ്റാർട്ടിൽ പോയിട്ട് സെർച്ച് എടുക്കുകയാണ് ചെയ്യുക. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് അല്ലെ? പക്ഷേ വിൻഡോസ് കീയും എസും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കേഴ്സർ ഓട്ടോമാറ്റിക്കലി ഈ സെർച്ച് ബോക്സിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ അത് ഓർമ്മിക്കാൻ ഈസിയാണ്. വിൻഡോസും എസും, എസ് ഫോർ സെർച്ച്. അടുത്ത നമ്മുടെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് വളരെ യൂസ് ഉള്ള ഷോർട്ട് കട്ട് കീ ആണ്. നമ്മൾ യൂഷ്വലി ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മേലേക്ക് പോയി ഫോൾഡർ ഒക്കെ എടുത്തിട്ട് വേണം ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട് കൊണ്ട് എന്ത് ക്രിയേറ്റ് ചെയ്യാം? നമ്മുടെ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിന്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Shift+N ആണ്. N ഫോർ ന്യൂ ഫോൾഡർ. കണ്ടോ? വേറൊരു സ്ഥലത്ത് നമ്മൾ പോകേണ്ട, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് Ctrl+Shift+N. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടതിനുള്ള ഷോർട്ട് കട്ട് കീ ആണ്. നമുക്ക് പലപ്പോഴും സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി വരാറുണ്ട് അല്ലെ? അതായത് സപ്പോസ് നമ്മളിപ്പോ ഒരു സാധനം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പേയ്മെന്റ് ചെയ്ത സ്ലിപ്പ് നമ്മൾ പലപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറുണ്ട് അല്ലെ? അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രിന്റ് സ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്? Windows+Shift+S. ഞാൻ കാണിച്ചു തരാം. വിൻഡോസ് കീയും ഷിഫ്റ്റും എസും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്മോൾ വിൻഡോ വരുന്നതായിരിക്കും. അപ്പൊ അതിൽ നമുക്കുണ്ട് എന്താണ് റെക്ടാങ്കുലർ മോഡിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ ഫോം മോഡിൽ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ വിൻഡോ മോഡ് ഉണ്ട്. പിന്നെ ഉള്ളത് ഫുൾ സ്ക്രീൻ മോഡാണ്. അപ്പൊ ഇതിൽ ഏത് മോഡ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഉള്ളത് റെക്ടാങ്കുലർ മോഡിലാണ്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോർഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ലിവ് ചെയ്താൽ മതി. അപ്പൊ തന്നെ നമുക്ക് ഈ ഒരു കോർണറിൽ വരുന്നതായിരിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് വരിക. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ബോൾ പോയിന്റ് പെൻ യൂസ് ചെയ്യാം. അതല്ല ഹൈലൈറ്റർ യൂസ് ചെയ്യാം, ഇറേസർ യൂസ് ചെയ്യാം. അത് മാത്രമല്ല റൂളർ വരെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്? Windows+Shift+S. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വിൻഡോസ് എക്സ് ആണ്. വിൻഡോസ് കീയും എക്സും കൂടി നമ്മൾ ഒന്നിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഹിഡൻ സ്റ്റാർട്ട് മെനു ആണ്. അതായത് ഇതിന് പറയുന്ന പേരെന്ന് പറഞ്ഞാൽ ക്വിക്ക് ലിങ്ക് മെനു എന്നാണ്. എന്താണ് ക്വിക്ക് ലിങ്ക് മെനു? അതായത് ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് ജമ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ഡിവൈസ് മാനേജർ ഉണ്ട്, നെറ്റ്വർക്ക് കണക്ഷൻസ് ഉണ്ട്, ഡിസ്ക് മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ മാനേജ്മെന്റ്, ടാസ്ക് മാനേജറിലേക്ക് വരെ നമുക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഷട്ട് ഡൗൺ അല്ലെങ്കിൽ സൈൻ ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡെസ്ക്ടോപ്പും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല സെർച്ച്, റൺ, ഷട്ട് ഡൗൺ അല്ലെങ്കിൽ സൈൻ ഔട്ട് അങ്ങനെയുള്ള ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളി ഷോർട്ട് കട്ടാണ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വരികയാണ്. അപ്പോൾ അയാൾ നമ്മൾ ചെയ്യുന്നത് കാണരുത് എന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വിൻഡോസ് കീയും ഡിയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡെസ്ക്ടോപ്പിൽ എത്തുന്നതായിരിക്കും. വരുന്നയാൾക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് കാണുകയില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രിക്കാണ് വിൻഡോസ് ഡി. ഇതല്ലാതെ നമുക്കൊരു വെർച്വൽ ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അതായത് നമ്മൾ ആക്ച്വലി ചെയ്യുന്ന വർക്ക് മുഴുവനും നമുക്ക് ഒരു ഡെസ്ക്ടോപ്പിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം. അതേ സമയത്ത് തന്നെ വേറൊരു ഡെസ്ക്ടോപ്പ് നമുക്ക് ഫോൾസ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രസ് ചെയ്യേണ്ട വിൻഡോസ് Ctrl+D ആണ്. അത് പ്രസ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഒരു ഡെസ്ക്ടോപ്പ് ക്രിയേറ്റഡ് ആവുന്നതായിരിക്കും. അതെങ്ങനെയാണ് കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഡെസ്ക്ടോപ്പ് 1, ഡെസ്ക്ടോപ്പ് 2 എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അല്ലേ? ഡെസ്ക്ടോപ്പ് 1 എടുത്തിട്ട് ഞാനിവിടെ നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുക്കുകയാണ്. അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പ് 2ൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് അല്ലേ? ഇവിടെ ഞാൻ കുറച്ച് ഫോൾഡേഴ്സ് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പ് 1ലാണുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വിൻഡോസ് ഡി പ്രസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് താഴേക്ക് പോയിട്ട് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് 2 എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈവസി വേണ്ടാത്ത കാര്യങ്ങളാണ് എങ്കിൽ ഇത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഓപ്പൺ ചെയ്ത് വെക്കാവുന്നതാണ്.
അടുത്ത നമ്മുടെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ ഷിഫ്റ്റ് ടി ആണ്. അത് വളരെ യൂസ്ഫുൾ ആണ്. അതായത് പലർക്കും പറ്റുന്ന അബദ്ധമാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ. അതായത് നമ്മളിപ്പോൾ ക്രോം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിൽ ഒരുപാട് ടാബ്സ് ഉണ്ട്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നമ്മളങ്ങ് ക്രോം ക്ലോസ് ചെയ്ത് പോവുകയാണ്. പെട്ടെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അയ്യോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി അതിലുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും നമ്മൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ദെൻ കൺട്രോൾ ഷിഫ്റ്റ് ടി പ്രസ് ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് ടി പ്രസ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള എല്ലാ ടാബ്സും ഇവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് ക്രോമിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ടാബ്സ് റിക്കവർ ചെയ്യുന്നത്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ അഡ്രസ് ബാറിൽ വേറെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മൾ അഡ്രസ് ബാറിൽ വന്ന് കഴ്സർ വെച്ച് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് അഡ്രസ് ബാറിലേക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ പ്രസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾട്ട് ഡി ആണ്. ഓൾട്ട് കീയും ഡിയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ അഡ്രസ് ബാർ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടുന്ന എന്താണോ ആ URL അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിൻഡോസ് കീയും ടാബും ആണ്. വിൻഡോസ് കീയും ടാബും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വ്യൂ ആണ് കിട്ടുക. അതായത് നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വിൻഡോസും മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്പും ഇവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. മനസ്സിലായോ? അതായത് നമ്മളിവിടെ 2 ഗൂഗിൾ ക്രോം ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അത് രണ്ടും ഇവിടെ കാണാം. നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഫോൾഡേഴ്സ് കാണാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെർച്വൽ ഡെസ്ക്ടോപ്പ് വരെ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരാൾ എന്തൊക്കെ ചെയ്യുന്നു എന്നറിയണമെങ്കിൽ എന്താണ് പെട്ടെന്ന് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്? വിൻഡോസ് കീയും ടാബും. ഇനി അഡീഷണൽ ആയിട്ട് ഞാനൊരു ഷോർട്ട് കട്ട് കീയും കൂടെ പറയാം. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫോൾഡറിന് റീനെയിം ചെയ്യണം എന്നിരിക്കട്ടെ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റീനെയിം ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് നമ്മൾ ആ ഫോൾഡർ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം F2 നമ്മുടെ കീബോർഡിൽ F2 ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഈസി ആയിട്ട് നമുക്ക് റീനെയിം ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറക്കണ്ട F2. ഇനി ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവർ F2 പ്രസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ കീ കൂടി പ്രസ് ചെയ്ത് പിടിക്കണം. പലരും ചോദിക്കാറുണ്ട് എന്താണ് ഈ ഫംഗ്ഷൻ കീ? FN എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ കീബോർഡിൽ ഫംഗ്ഷൻ കീ ഉണ്ടാവുക. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മൾ പലപ്പോഴും കോപ്പി ചെയ്യുമ്പോൾ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ക്ലിപ്പ് ബോർഡ് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വിൻഡോസ് കീയും വിയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യാം. കണ്ടോ? നമ്മുടെ ക്ലിപ്പ് ബോർഡ് ഇവിടെയാണ് ഉള്ളത്. ഇവിടെ നമ്മൾ റീസെൻ്റ് ആയിട്ട് കോപ്പി ചെയ്തിട്ടുള്ള എന്താണോ അതാണ് ഈ ക്ലിപ്പ് ബോർഡിൽ വന്ന് കിടക്കുക. അത് മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് സ്മൈലീസ് ഒക്കെ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, വിൻഡോസ് കീയും സെമിക്കോളനും പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്മൈലീസ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വിൻഡോസ് കീയും സെമിക്കോളനും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമോജീസിന്റെ സ്ക്രീൻ തന്നെയാണ് വരിക. കണ്ടല്ലോ? ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റം പെട്ടെന്ന് തന്നെ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം പെട്ടെന്ന് തന്നെ നമുക്ക് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് വിൻഡോസ് കീയും L-ഉമാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്ക്ടോപ്പ് ലോക്ക് സ്ക്രീനിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ നമ്മുടെ സിസ്റ്റം ലോഗിൻ ആവുള്ളൂ, ഡെസ്ക്ടോപ്പ് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ PC വളരെ പെട്ടെന്ന് തന്നെ ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും വിൻഡോസ് കീയും L-ഉം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോർട്ട് കട്ട് കീസ് എന്ന് പറയുന്നത് ഇത്രയാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.